ഹലോ ഗൈസ്, 6ാമത് AP അസ്ലം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് മത്സരിക്കുന്ന ടീം അറിയോ? അഭിലാഷ് കുപ്പൂത്തും സാലിദിനറിയാം. പഴയ അടിപൊളി ടീമാണ്. അടിപൊളി ടീമാണെന്നാ പറഞ്ഞിട്ടാ. കാരണം അഭിലാഷ് കുപ്പൂത്ത് 2 ട്രോഫി സീസണിൽ നേടിയിരിക്കുന്നത്. KMG മാവൂര് ഒരു ട്രോഫി നേടിയിരിക്കുന്നത്. പക്ക ടീമാവും. ഇപ്പൊ എവിടെയാണ്? തിരുവങ്ങാടിയിലാണല്ലേ? ഞാൻ തിരുവങ്ങാടി വിട്ടു. അപ്പൊ എന്തായാലും നമ്മള് ആയതുകൊണ്ട് ഇന്നും നാളെ കളിക്കാം. അങ്ങനെ നമ്മളെ ടൂർണമെന്റ് ഇതുവരെ വന്നിട്ട് അപ്പൊ വന്ന് കാണാം. അപ്പൊ എന്തായാലും അവന്റെ കൂടെയാണ് നമ്മള് ഇൻട്രോ പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ലൈവ് കാഴ്ചകളൊക്കെ പ്രേക്ഷകർക്ക് കാണാം. വീഡിയോ കുറിച്ച് വിവരപ്പെട്ട പ്രിയമുള്ളവരെ, ഇന്നത്തെ മത്സരം അഭിലാഷ് FC കുപ്പൂത്തും KMG മാവൂരും തമ്മിലാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാഫ് ടൈമിന് ശേഷം ഒഴിവാക്കപ്പെടേണ്ട ഭാഗങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശദമായൊരു കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ മുഴുവനും വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളും മറ്റൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വിശദമായ വീഡിയോ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. നിറഞ്ഞു കവിഞ്ഞ ഗാലറിയെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇരു ടീമും സെവൻസ് ഫുട്ബോളിലെ ഇന്നത്തെ വിജയികൾ ആരാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ മത്സരം KK പ്രോവും കുപ്പൂത്തും തമ്മിലാണ്. മത്സരം ആരംഭിച്ചിട്ടുണ്ട്. ടച്ച് മുതലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. കോർണർ കിക്കാണ്. ഒന്നുമാകാതെ ബാറിൽ തട്ടി ഒഴിവായി ആ ഗോള്. അടുത്ത ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയണം. ഗോളിയുടെ കാലിൽ തട്ടി ഫ്രീയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോഴത്തിന് അവിടെ മറ്റൊരു പ്ലെയർ വന്ന് അടിച്ചൊഴിവാക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഗോളായിരുന്നു. വീണ്ടും കോർണർ കിക്ക്. ഒരു മുന്നേറ്റം, അടിപൊളി മുന്നേറ്റം, അടിപൊളി ഷോട്ടായിരുന്നു. പക്ഷെ അത് ഗോളിൽ കലാശിച്ചില്ല എന്നുള്ളതാണ്. ത്രോ കിക്ക്. പെനാൽറ്റിക്കുള്ള അപ്പീലാണ്, പക്ഷെ കൊടുത്തില്ല. ഈ നീല ജേഴ്സിയിലുള്ളതാണ് കുപ്പൂർ. ഗോളാകുമായിരുന്നു ആ കിക്ക്, പക്ഷേ പുറത്തേക്ക് ഒഴിവായി. അതുപോലെ വെള്ള ജേഴ്സിയിൽ കാണുന്നത്, വെള്ളല്ല ഗ്രേ കളറിൽ കാണുന്നത്
KK പുറമാണ്. ഒരു മുന്നേറ്റം കൂടി KK പുറത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മുന്നേറ്റം കൂടി. ബ്ലോക്ക് കുടുങ്ങി. ആ ബോള് പുറകോട്ട് തന്നെ. നല്ല ചടുലമായ നീക്കങ്ങളുമായിട്ടാണ് ഇരു ടീമും കളിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന്. അടിപൊളി ഷോട്ടായിരുന്നു, പക്ഷെ അത് ഗോളിൽ കലാശിച്ചില്ല എന്ന് വേണം പറയാൻ. ഒരു മുന്നേറ്റം നടക്കുന്നു. അത് ഫൗളൊന്നും വിളിച്ചില്ല. അപ്പീലിംഗ് നന്നായിട്ട് നടന്നു, പക്ഷേ അമ്പയർ ഫൗൾ അനുവദിച്ചില്ല എന്ന് വേണം പറയാം. ഫൗൾ കിഴക്കേ പുറത്തിന് അനുകൂലമായ ഫൗൾ കിക്കാണ്. ബ്ലോക്ക് കുടുങ്ങിയ ബോൾ പുറത്തേക്ക് പോകുന്നു. വീണ്ടും KK പുറത്തിന് അനുകൂലമായ ത്രോ. അടിപൊളി ഷോട്ടായിരുന്നു, പക്ഷേ ഗോളിയുടെ കയ്യിലേക്കാണ് ആ ബോൾ നേരെ എത്തിച്ചേർന്നത്. KK പുറത്തിൻ്റെ മുന്നേറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ടൊന്നും അപകടം പോയി, പുറത്തേക്ക് പോയി. വീണ്ടും ത്രോ. KK പുറത്തിന് അനുകൂലമായ ത്രോ ആണുള്ളത്. അത് പുറകോട്ടാണ് ത്രോ അവർ കൊടുത്തത്. കുഴപ്പമില്ലാത്തൊരു ഷോട്ടാണ്, പക്ഷേ ബാറിൻ്റെ ഒരുപാട് മുകളിലൂടെയാണ്. അങ്ങനെ കുപ്പൂത്തിന് അനുകൂലമായിട്ടുള്ള ത്രോ കിട്ടിയിട്ടുണ്ട്. അത് KK പുറത്തിൻ്റെ പ്ലെയറുടെ മേത്ത് ടച്ച് ചെയ്ത് കോർണറായിട്ടുണ്ട്. അങ്ങനെ കുപ്പൂത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കോർണർ ലെഫ്റ്റ് വിധിച്ചിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഒരു അപകടം സംഭവിക്കാതെ ആ കോർണർ കിക്ക് ഫ്രീ ആയി. KK പുറത്തിൻ്റെ മുന്നേറ്റം. ലോങ് ഷോട്ട്, കാര്യമായ അപകടം ഉണ്ടാക്കാതെ ആ ഷോട്ട്. കുപ്പൂത്തിൻ്റെ മുന്നേറ്റം. KK പുറത്തിൻ്റെ താരങ്ങളത് വളരെ ഈസിയായിട്ട് ചെറിയൊരു ഫൗൾ വിളിച്ചിട്ടുണ്ട് അവിടെ. KK പുറത്തിന് അനുകൂലമായിട്ടുള്ള ഫൗൾ കിക്കണമെന്ന്. മിസ് പാസ് പ്ലെയർ ഏറ്റെടുക്കുന്നു.
അളന്ന മുറിച്ചൊരു കൊടുക്കലായിരുന്നു, പക്ഷേ ബാറിൻ്റെ മുകളിലൂടെ അത് വെളിയിലേക്ക് പോയി. വീണ്ടും കുപ്പൂത്തിൻ്റെ മുന്നേറ്റം. ഒരു ഷോട്ടായിരുന്നു, പക്ഷേ അത് ബ്ലോക്ക് കുടുങ്ങി. അത് ത്രോ ആയിട്ട് ത്രോ എടുക്കുന്നു. വീണ്ടും ത്രോ. അടിപൊളി ഷോട്ടായിരുന്നു, പക്ഷെ ലക്ഷ്യം കണ്ടില്ല. വീണ്ടും KK പുറത്ത് അതും ലക്ഷ്യം കാണാതെ പുറത്തേക്ക്. കുപ്പൂത്തിൻ്റെ മുന്നേറ്റാണ് കാണുന്നത്. ഇരു ടീമും ഗോളടിക്കാനുള്ള ഓഫ് സൈഡ് വിളിച്ചിട്ടുണ്ട്. ലൈൻ അമ്പയർ ഓഫ് സൈഡ് വിളിച്ചു. ഗോളവസരം സൃഷ്ടിക്കാനുള്ള KK അത്രത്തിൻ്റെ ശ്രമം അതൊരൽപ്പം പാളിയോ എന്നൊരു സംശയം. തൽക്കാലം രക്ഷപ്പെടുന്നു. വീണ്ടും KK പുറത്തിൻ്റെ കയ്യിലാണ് ഗോളുകളുള്ളത്. ഈ സൈഡിലൂടെ ഒരു മുന്നേറ്റം. അടിപൊളി ഷോട്ടായിരുന്നു, പക്ഷേ കിക്കുകളൊന്നും ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും KK പുറത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മുന്നേറ്റം. ഗോൾ ബ്ലോക്ക് കുടുങ്ങി. നിരന്തര മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട്. അയ്യോ, ഒരു മുന്നേറ്റം, കുപ്പൂത്തിൻ്റെ ഭാഗത്തൊരു മുന്നേറ്റം. അത് കോർണറായി. യാതൊരു അപകടം സൃഷ്ടിക്കാതെ KK പുറത്തിൻ്റെ വേറെ കയ്യിൽ അത് വരുന്നു. അവർ കുപ്പൂത്തിൻ്റെ പോസ്റ്റും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഓഫ് കിക്ക്. ലൈൻ അമ്പയർ അത് ഓഫ് വിളിച്ചു. കുപ്പൂത്തിന് അനുകൂലമായൊരു കിക്ക്. രണ്ടും ബോൾ കൈമാറുന്നു. വളർക്കാത്തൊരു ഷോട്ടായിരുന്നു, പക്ഷെ ലക്ഷ്യം കണ്ടില്ല. അടിപൊളി. ആ പയ്യൻ കണ്ടില്ല. അങ്ങനെ ഈ മത്സരത്തിൽ ആദ്യ ഗോള് KK പുറം നേടിയിരിക്കുകയാണ്. കുപ്പൂത്തൊരു ഗോളിന് പിറകിലാണിപ്പോൾ. നല്ല സുന്ദരമായൊരു ഗോളായിരുന്നു, പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. അടുത്തൊരു ശ്രമം കൂടി. അയ്യോ, മിസ് പാസ്. പുറകിലുള്ള ആൾക്ക് കാലിൻ്റെ മടമ്പ് കൊണ്ട് തള്ളി കൊടുത്തായിരുന്നു, പക്ഷെ അത് ഒന്നുമല്ലാതെ എതിർ ടീമിൻ്റെ കയ്യിലേക്ക് എത്തിയെന്ന് വേണം പറയാൻ. മത്സരം മുറുകയാണ്. കുപ്പൂത്തിന് ഗോള് എത്രയും പെട്ടെന്ന് മടക്കിയേ മതിയാവും. ഓഫ് സൈഡ് വിളിച്ചിട്ടുണ്ട്. ലൈൻ അമ്പയർ ഓഫ് സൈഡ് വിളിച്ചു കഴിഞ്ഞു. വീണ്ടും KK പുറം മുന്നേറുക തന്നെയാണ്. അടിപൊളി ഒരു മുന്നേറ്റമാണ് കാണുന്നത്. ഓഫ് സൈഡാണ്. ഫൗള് വിളിച്ചു എന്നാണ് തോന്നുന്നത്. പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് കുറച്ച് ഗുരുതരമാണെന്നാണ് തോന്നുന്നത്. കുറേ നേരമായിട്ട് അവിടെ വെയിറ്റിങ്ങിലാണ്. കോർണറായിരുന്നു. കാര്യമായിട്ടുള്ള അപകടം ഉണ്ടാകും. തൽക്കാലം കുപ്പൂത്ത് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. KK പുറത്തിന് മുന്നേ തന്നെ, പക്ഷേ ഒരു പ്ലെയറെ വളയുന്നത് 3 പേരൊക്കെയാണ് കിട്ടും.
കുപ്പത്തിൻ്റെ മുന്നേറ്റമാണ്. ആൻബോളാണത്, ആൻബോൾ. ഒരു ആൻബോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപകടകരമായ ഏരിയയാണ്. കുപ്പത്തിന് അനുകൂലമായിട്ടുള്ള കിക്കാണ് വന്നിട്ടുള്ളത്. കാര്യമായി ഒന്നും സംഭവിക്കാതെ അത് പുറത്തേക്ക് പോയി. നല്ല രീതിയിലുള്ള ഫൗള് നടക്കുന്നുണ്ട് കേട്ടോ. കെ പുറത്തിൻ്റെ ഒരു പ്ലെയറാണ് ആ വീണ് കിടക്കുന്നത്. ആ ഗോളടിച്ച പയ്യനാണെന്നാണ് തോന്നുന്നു. ഒരു ഷോട്ട് പുറത്തേക്ക്. ആഡ് ഓൺ ടൈം കൊടുത്തത് 4 മിനിറ്റാണ് കേട്ടോ. 4 മിനിറ്റ് സമയം. മിസ്പാസായിപ്പോയി. ആ ബോൾ തട്ടിയെടുത്ത് മുന്നേറുന്നു. അവസാനമായി അടിപൊളി. അയ്യോടാ, ജസ്റ്റ് കോർണറിലേക്ക് തട്ടി ഒഴിവാക്കി എന്നുള്ളതാണ്. കുപ്പൂത്തിൻ്റെ പ്ലെയർ വന്നത് കോർണർ കിക്കിലേക്ക് ഒഴിവാക്കിയില്ല എങ്കിൽ വലിയൊരു ഡേഞ്ചർ അവസ്ഥയിലേക്ക് പോയിരുന്നു. പിന്നെ കെ പുറത്തിന് അനുകൂലമായ കോർണർ കിക്ക്, അത് വീണ്ടും കോർണറായി. എംപയർ ഓഫ് സൈഡ് വിളിച്ചും പോകുന്നു. വേസ്റ്റ് സ്റ്റോട്ടായിരുന്നു. കുപ്പൂത്ത് എൻ്റെ കിക്കുകളൊന്നും കറക്റ്റാകുന്നില്ല എന്നുള്ളത്. എന്തായാലും കളിയുടെ ആദ്യ പകുതിയിലുള്ള മുന്നേറ്റം, കളിയുടെ നിയന്ത്രണം കൂടുതലും കെ പുറത്തിൻ്റെ കയ്യിലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇതേ മൂമെൻറ്റിൽ കുപ്പൂത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇന്നത്തെ മത്സരത്തിൽ പുറകോട്ട് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. കളിയുടെ രീതിയിൽ കാര്യമായ മാറ്റം വരുത്തേണ്ടതുണ്ട് കുപ്പൂത്ത്. അടിപൊളി ഒരു മുന്നേറ്റം. ഓപ്പൺ ചാൻസാണ്, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കിഴക്കേ പുറത്തിന്. പക്ഷെ അവരാളും ഇവിടെ ലൈനിലില്ല എന്നുള്ളതാണ്. ഒന്നുമല്ലാതെ ആ ബോൾ മിസ്സായി. ആവേശകരമായ മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ മത്സരം ആരംഭിച്ച 21-ാം മിനിറ്റിൽ ജേഴ്സി നമ്പർ 2 റൈറ്റ് ഔട്ട് കുഞ്ഞു നേടിയ ഒരു ഗോളിന് ഗോൾഡ് സ്റ്റാർ കിഴക്കേപ്പുറം മത്സരത്തിൽ മുന്നിട്ട് നിൽക്കും. കെ പുറത്തിൻ്റെ മുന്നേറ്റമാണ് കാണുന്നത്. അത് മിസ്സായി. കുപ്പൂത്തിൻ്റെ പ്ലേയേഴ്സ് ആ ബോൾ തട്ടിയെടുക്കും. അതുമായിട്ട് കെ പുറത്തിൻ്റെ പോസ്റ്റും ലക്ഷ്യം വെച്ചിട്ടുള്ള കുതിക്കലാണ്. ഗോളായിട്ട് കലാശിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു. അവിടെ ഒരു ഫൗൾ കിക്ക് ഉണ്ട്. പനാട്ടി വിരിച്ചോ എന്ന് സംശയം. പനാട്ടിയാണ്. അതൊരു പ്രശ്നത്തിൽ കലാശിക്കുന്നു. കോർണർ കിക്ക് എന്ന് അമ്പയർ പറയുന്നു. പനാട്ടിക്ക് വേണ്ടിയുള്ള അപ്പീലിംഗ് ആണ് അമ്പയർ. പക്ഷേ അമ്പയർ കോർണറാണ് അനുവദിച്ചത്. കുപ്പൂത്തിന് അനുകൂലമായ ഒരു കോർണർ കിക്ക്. ബ്ലോക്ക് കുടുങ്ങി ഒഴിവാക്കുന്നു. തൽക്കാലം അത് ബോൾ ദിശ മാറിപ്പോയി എന്ന് വേണം പറയാൻ. അതാ ഓഫ് സൈഡ് വിളിച്ചു. ഓഫ് സൈഡ്. ഹാഫ് ടൈമിന് ശേഷം കുപ്പൂത്തിൻ്റെ കളിയിൽ ചില ചേഞ്ചിങ് വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. കാര്യം ഒന്നും കൂടി ഉഷാറിലാണ് അവരുടെ നീക്കങ്ങൾ. ചടുലമായ നീക്കങ്ങളൊക്കെ ആയിട്ടാണ് കുപ്പൂത്തിൻ്റെ
സെക്കൻഡ് ഹാഫിലുള്ള കളി കാണുന്നത്. ഇനി എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. KK പുറത്തിൻ്റെ ഗോൾമുഖത്ത് തന്നെയാണ്. കോർണർ കിക്കാണ്. കുപ്പൂത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ബ്ലോക്ക് കുടുങ്ങി. അടുത്തൊരു ത്രോ ആയിട്ടുണ്ട്. ഓ, കാര്യമായി ഒന്നും ആയില്ല എന്ന്. വീണ്ടും കുപ്പൂത്തിന് അനുകൂലമായ ഒരു ത്രോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാഫ് ടൈമിന് ശേഷം കുപ്പൂത്ത് കളിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന്. ഹാൻഡ് ബോളാണിത്, പക്ഷെ അമ്പയർ കണ്ടില്ല. KK പുറത്തിൻ്റെ മുന്നേറ്റാണ്. അടിപൊളി ഷോട്ട്, കിൻഡൽ ഷോട്ട് എന്നൊക്കെ പറയണേ. കുപ്പൂത്തിൻ്റെ ഗോൾ കീപ്പർ ഉയർന്ന് ചാടി ആ ബോള് ഒഴിവാക്കിയതുകൊണ്ട് ഗോളാകാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. അതൊരു കോർണർ കിക്കായിട്ടുണ്ട്. കോർണർ കാര്യമായിട്ടുള്ള അപകടമൊന്നും സൃഷ്ടിക്കാതെ ത്രോ ആയിട്ട് മാറി. ത്രോ എറിഞ്ഞു, കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. കുപ്പൂത്തിൻ്റെ മുന്നേറ്റാണ് കാണുന്നത്. KK പുറത്തിൻ്റെ ഗോൾ മുഖത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് നഷ്ടമായി എന്നുള്ളത്. മിസ്പാസിലൂടെ അത് KK പുറത്തിൻ്റെ കയ്യിലെത്തിച്ചേർന്ന ബോൾ. കോർണർ കോർണർ അങ്ങനെ കുപ്പൂത്തിന് അനുകൂലമായ ഒരു കോർണർ ലഭിച്ചിട്ടുണ്ട്. ഒന്നും ആകാതെ പോയി. ഓ, അമ്പയർ അതൊന്നും കാണുന്നില്ലെന്നോ. മറ്റവൻ്റെ തലൻ്റെ മേലൂടെ കാല് പോയി. KK പുറത്തിന് മുന്നേറ്റം അടിപൊളി. ഫൗള് ഫൗള് ഫൗൾ, അന്നാം മുട്ട ഫൗൾ. വീണ്ടും വീണ്ടും ഫൗളാണ്. ഒരു ചെറിയൊരു വിഷയത്തിലാണ് KK പുറത്തിൻ്റെ പ്ലേയേഴ്സ് അമ്പയറുമായിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് ആ പയ്യനെ നേരെ ഫൗൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കുപ്പൂത്തിൻ്റെ സൈഡിൽ നിന്ന്. കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ആ പയ്യന് നല്ല രീതിയിൽ പരിക്കാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാണികൾ ഭയങ്കര പ്രതിഷേധത്തിലോട്ടാണ്. ഓ ഓ ഓ, പ്രിയമുള്ളവരെ, ആ പയ്യന് ഡേഞ്ചർ പരിക്കാണ്. ഇവിടുന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യമാണെന്നാണ് മനസ്സിലായത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ്. അപ്പോൾ ആ പ്ലെയറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഗ്രൗണ്ടിൽ നിന്ന് നന്നായിട്ട് കളിച്ചിരുന്ന ഒരു പ്ലെയറായിരുന്നു. സങ്കടകരമായൊരു കാഴ്ചയാണ്. അങ്ങനെ ഒരു കാഴ്ചക്ക് ഗ്രൗണ്ട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ടാണ്. കാണികൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അവനെ റെഡ് കൊടുത്ത് പുറത്താക്കാനൊക്കെ പറയുന്നത്. അമ്പയറുമായിട്ടുള്ള തകൃതിയായിട്ടുള്ള പ്രശ്നങ്ങളാണ്, വിഷയങ്ങളാണ്. ആ പ്ലെയറെ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്നാണ് മനസ്സിലായത്. ആംബുലൻസ് അവിടെ തയ്യാറായിട്ടുണ്ട്. റെഡ് കാർഡ് കൊടുത്തു. റെഡ് കാർഡ് അതിൻ്റെ സന്തോഷത്തിലാണ്. കാണികൾ അമ്പയറുടെ തീരുമാനം ശരിയാണെന്ന് അവരുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ.
ഭാഗത്തു നിന്ന് നമുക്കതിൻ്റെ അലയൊലികൾ കാണാൻ സാധിക്കും. അപ്പോൾ അമ്പയറായൊക്കെ റെഡ് കാർഡ് കൊടുത്തില്ലെങ്കിൽ വലിയൊരു വിഷയത്തിലേക്ക് ഇത് പോകുമായിരുന്നു. മാറാത്തികേശം അഭിലാഷ് FC കുപ്പൂത്ത് റീപ്ലേസ്ഡ് ജസ്റ്റ് നമ്പർ 11 റമീസ്. കുപ്പൂത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മുന്നേറ്റമാണ്. ഓ അടുത്ത ഒരു ചെറിയ പരിക്കേറ്റ് KK പുറത്തിൻ്റെ ഒരു പ്ലെയറും കൂടി ഗ്രൗണ്ടിൽ വീണ് കിടക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകരോടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്സരം കുറച്ച് മുറുകുന്നുവോ, ഒരു അക്രമ സ്വഭാവം കടന്നു വരുന്നുവോ എന്നൊക്കെ സംശയമുദിപ്പിക്കുന്ന രീതിയിലാണ് കാഴ്ചകൾ. കളി വലിയ വിഷയങ്ങളിലേക്ക് പോയിട്ടാണ്. കാരണം ഒരാളവിടെ പരിക്കേറ്റിരിക്കുന്ന സമയത്ത് കളിയിലല്ലാത്തൊരു സമയം കുപ്പൂത്തിൻ്റെ പ്ലേയേഴ്സ് KK പുറത്തിൻ്റെ പ്ലേയേഴ്സിനെ ഇടിച്ചു വീഴ്ത്തിയോ എന്നൊരു സംശയം. രക്ഷപ്പെട്ട് കഴിഞ്ഞു KK. മത്സരം എന്തായാലും നല്ല വാശിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ഗോള് വീട്ടിയിട്ടുണ്ട്. ഇന്നെന്തായാലും കാണികൾക്ക് കളി മുതലായി എന്ന് വേണ്ട പറയാം. അത്രയേറെ വാശിയേറിയ മത്സരമാണ്. കുപ്പൂത്ത് നിരന്തരമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഹാഫ് ടൈമിന് ശേഷം കുപ്പൂത്തിൻ്റെ കളിയുടെ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം ഒരു ഗോളായിട്ട് പിറന്നു എന്നുള്ളതാണ്. മത്സരം കുറച്ച് ഹാർഡായി എന്നൊരു വിഷയം അവിടെ നിലച്ച് നിൽക്കുന്നു. അടുത്ത ഷോട്ട് ഇന്ന് മൈല ഗോൾ കീപ്പറെ കയ്യിലേക്കായിരുന്നു ആ ഷോട്ട്. റാഞ്ചി മിസ്പാസ് ഓഫ് സൈഡ്. നമ്പർ അവിടെ ഓഫ് സൈഡ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ KK പുറം ഒരു കോർണർ വാങ്ങി ആ ബോൾ രക്ഷപ്പെടുത്തിയെന്നുള്ളത് വളരെ ഡേഞ്ചർ സിറ്റുവേഷനിലൊരു സാഹചര്യമായിരുന്നു. ആ പ്ലെയറെ സമയത്തോളം ബോൾ പുറത്തേക്ക് ഒഴിവാക്കില്ല, അത് രക്ഷയില്ലായിരുന്നു. എന്തായാലും KK പുറത്തിൻ്റെ പ്ലെയർ അത് ബുദ്ധിപൂർവ്വം ചെയ്തുകൊണ്ട് ആ ഒരു ഗോളിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചു. ഇപ്പോൾ മത്സരത്തിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുപ്പൂത്ത് തന്നെയാണെന്ന് വേണം പറയാൻ. അടുത്ത ഒരു ചാൻസ് വരുന്നു. ഷോട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തില്ല എന്നാണ് KK പുറത്തിൻ്റെ പ്ലേയേഴ്സ്. വീണ്ടും മുന്നേറ്റവുമായിട്ട് കുപ്പൂത്തിൻ്റെ പ്ലേയേഴ്സ് അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കണം. ഓഫ് സൈഡ്. വളരെ വേഗതയിലുള്ളൊരു മത്സരമാണ് ഇരു ടീമും കാഴ്ചവെക്കുന്നത്. കാരണം വാശിയേറിയൊരു മത്സരം എന്നൊക്കെ പറയാം. അടിപൊളി ഗോള് പറക്കുമായിരുന്നു. ഒരല്പം ഇഞ്ചുകളുടെ വ്യത്യാസത്തിന് പുറത്തേക്ക്. KK പുറത്തിൻ്റെ മുന്നേറ്റമാണ് കാണുന്നത്.
അതെന്തിനാ ഓഫ് സൈഡ് വിളിച്ചിട്ടുണ്ട്, ലൈൻ നമ്പർ ഓഫ് സൈഡ് വിളിച്ചിട്ടുണ്ട്. ആകെ പ്രശ്നമാണ്. ഫൗളിച്ചെന്ന് കാണുന്നില്ല അമ്പയറെ എന്നൊക്കെ ചോദിക്കുന്നത് പ്ലെയർ. ത്രോ ആയിട്ടുണ്ട് അവിടെ. എന്തോ വിഷയം, എന്താണ് കൊടി പൊക്കിയിരിക്കുന്നത്? കുപ്പൂത്തിന് അനുകൂലമായ ത്രോ കിട്ടിയിട്ടുണ്ട്. പോസ്റ്റിലേക്കാണ് ആ ത്രോ വരാനുള്ള ചാൻസ്. അടുത്തൊരു ഗോളും കൂടി. അത് അടി പ്രശ്നങ്ങൾ തന്നെ പ്രശ്നം. നിരന്തരമായ പ്രശ്നങ്ങളാണ് കേട്ടോ. അത്രയേറെ പോരിലാണ് ഇരു ടീമെന്ന് മനസ്സിലാക്കുന്നത്. ഒന്നുമല്ലാതെ പുറത്തേക്ക്. വളരെ മോശം ഒരു കിക്ക് എന്ന് പറയണതിന്. അതാ മുന്നിട്ട്, അത് ഓപ്പൺ ചാൻസ്. ആ അപകടം ഒഴിവാക്കാൻ സാധിച്ചു കേക്കപ്പുറത്തിന്. അല്ലെങ്കിൽ പക്ഷേ ഗോളാകുമായിരുന്നു. കേക്കപ്പുറത്തിൻ്റെ മുന്നേറ്റാണ്. ഇരു ടീമും വളരെ വശേറിയ മത്സരം നടക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇതൊരു മുതൽക്കൂട്ടാനായിരിക്കും. ഇരു ടീമും 1-1 സമനിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇരു ടീമിനും ഒരു ഗോള് നിർബന്ധമാണ്. അപ്പോൾ അതിന് ആ ഒരു പോരാട്ടമാണ്, തീപ്പാറും പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ നിമിഷങ്ങളും പ്രധാനപ്പെട്ടതാണ്. കേക്കപ്പുറത്തിൻ്റെ ഗോൾ ചെയ്തൊരു വിഡ്ഢിത്തം, വല്ലാത്തൊരു വിഡ്ഢിത്തം തന്നെയാണ്. ഗ്രൗണ്ട് സപ്പോർട്ട് കേക്കപ്പുറത്തിനായിരുന്നു. പക്ഷേ ആ ഗോളി എന്താണ് ചെയ്തതെന്ന്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, പരിക്കുകളെ കൊണ്ട് പരിക്കണം. അപ്പോൾ കുപ്പൂത്തിൻ്റെ പ്ലെയറാണ് വീണ് കിടക്കുന്നത്. അപ്പോൾ ഈ മത്സരം എന്തുമാത്രം വാശിയിലാണെന്ന് ഈ കാഴ്ചയിലൂടെ പ്രേക്ഷകർക്ക്, മാന്യ ഫുട്ബോൾ പ്രേമികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടാൻ ചാൻസ് കൂടുതലാണ്. വാശിയേറിയ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കളിയിൽ നിന്ന് ഒഴിവാക്കി വെക്കേണ്ട കാര്യങ്ങളില്ല. ഇരു ടീമും കട്ടക്ക് നിന്നിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇരു ടീമിനും ആവശ്യം ഒരു ഗോളാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. എന്തായാലും ഹാഫ് ടൈമിന് ശേഷം കുപ്പൂത്ത് കളിയുടെ ടോട്ടൽ രീതികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് ആണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ മാറ്റം അവർക്ക് നല്ലതായിരുന്നു എന്നും സ്കോർ ബോർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അവർ ഗോള് അവർക്ക് വീട്ടാൻ സാധിച്ചു, മടക്കാൻ സാധിച്ചു. കേക്കപ്പുറത്തിൻ്റെ മുന്നേറ്റാണ്. പ്രഷർ കാണുന്നത്. ഷോട്ട് ഒന്നുമല്ല, വേസ്റ്റ് ഷോട്ട്. ത്രോ കേക്കപ്പുറത്തിന് അനുകൂലമായുള്ള ത്രോ ആയിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ഷോട്ട് ചെയ്യുന്ന ബ്ലോക്ക് കുടുങ്ങി ഒഴിവായി. കുപ്പൂത്തിൻ്റെ പ്ലെയർ ആ ബോൾ തട്ടിയെടുത്തു. അവരതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കേക്കപ്പുറത്തിൻ്റെ ഗോൾ മുഖം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുതിക്കൽ. അടുത്ത ഗോളും വീണമെന്ന് കരുതി. നേരത്തെ വീണത് അങ്ങനെയാണ്. ഗോളിയുടെ ഗുരുതരമായൊരു വീഴ്ച കാരണമാണ് കേക്കപ്പുറം നേരത്തെ ആ ഗോൾ വഴങ്ങേണ്ടി വന്നത്. 7 മിനിറ്റ് സമയമാണ് ആഡ് ഓൺ ടൈം കൊടുത്തത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും
ഈ കളി എത്രമാത്രം റഫായിരുന്നു. അത്രയേറെ പരിക്കുകളും ഫൗളൊക്കെ അതിൽ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. KK പുറത്തിൻ്റെ പ്ലെയറാണ്. ഒരു ഗോളിന് വേണ്ടി, ആ ഗോളൊന്ന് മടക്കുന്നതിന് വേണ്ടി, സമനില പിടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് KK പുറം പ്ലേയേഴ്സ് എങ്കിൽ കുപ്പൂത്ത് ഞങ്ങൾ നേടിയെടുത്ത ഗോളുകളെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഓഫ് സൈഡ് ലൈൻ നമ്പർ ഓഫ് സൈഡ് വിളിച്ചു. കുപ്പത്തിൻ്റെ ഒരു പ്ലെയർ പരിക്കേറ്റ് ഗ്രൗണ്ടിൽ വീണ് കിടക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകരോടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ തീപ്പാറും പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് കരുതുന്നു. കാര്യം പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സാധാരണ ഞാൻ നിങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷേ ഈ കളിയെന്ന് കാര്യമായിട്ട് ഒഴിവാക്കി കളയാനൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അതാ പോണ അടുത്ത ഗോളില്ല. ആ ഗോള് നേരെ KK പുറത്തിൻ്റെ പ്ലേയേഴ്സ് എടുത്ത് അതിവേഗം കുപ്പൂത്തിൻ്റെ പോസ്റ്റ് ലക്ഷ്യം വെച്ച് കുതിക്കുകയാണ്. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അത്രയേറെ ഡിഫെൻഡിങ് ശക്തമാണ് കുപ്പൂത്തിൻ്റെ. കാരണം അവർക്ക് ആ ഗോൾ സംരക്ഷിച്ച് നിലനിർത്തിയേ മതിയാകും. അപകടാവസ്ഥയിൽ നിന്ന് തൽക്കാലം കുപ്പൂത്ത് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. കാണികളെതിരാണ്. കുപ്പൂത്ത് വെറുതെ പരിക്ക് അഭിനയിച്ച് കിടക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് നേരത്തെ നല്ലൊരു പ്ലേയേഴ്സിന്, KK പുറത്തിന് നല്ലൊരു പ്ലേയേഴ്സിനാണ് അവർ ആ വലിയൊരു പരിക്ക് കാരണത്താൽ പുറത്ത് കൊണ്ടുപോകേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആ ഒരു കാരണത്താൽ കാണികൾ സത്യത്തിൽ നല്ലൊരു ശതമാനം കുപ്പൂത്തിന് എതിരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ KK പുറത്തിൻ്റെ ഗോളിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു അശ്രദ്ധ അവർക്ക് വലിയൊരു പരാജയം സമ്മാനിക്കാനാണ് ചാൻസ്. ഇനി വളരെ കുറഞ്ഞ സമയം കൂടെ ബാക്കിയുള്ളൂ. കളി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രാ ടൈം 7 മിനിറ്റാണ് റഫറി അനുവദിച്ചത്. ആ എക്സ്ട്രാ ടൈമിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിവേഗം അടിപൊളി അടുത്തൊരു ഗോള് വീകുമായിരുന്നു. പക്ഷേ ലൈൻ അമ്പയർ വിളിച്ചിട്ടുണ്ട്. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടോടെ. ആൻഡ് വന്നിട്ടുണ്ട്. തൽക്കാലം കഴിച്ചിലായി. KK പുറത്തിൻ്റെ ഒരു മുന്നേറ്റം, ഗോളിൽ മടക്കാനുള്ള അവസാന ശ്രമത്തിലാണ് അവർ. പക്ഷെ ഒന്നുമല്ലാതെ ആ ബോൾ പുറത്തേക്ക് പോയി. ത്രോ ആയിട്ടുണ്ട്. KK പുറത്തിന് അനുകൂലമായി കിട്ടിയ ത്രോയുമായിട്ട് അവരുടെ പ്ലേയേഴ്സ് എതിർമുഖം ലക്ഷ്യം വെച്ച് കുതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകരുടെ കാണുന്നത്. മിസ്സിങ് വളരെ കുറഞ്ഞ സമയം അവസാന മുഹൂർത്തത്തിലേക്ക് കളി പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും 3 ഷോട്ട് ഒരുപോലെ. പക്ഷെ ഒന്നും ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ മത്സരത്തിൽ KK പുറം സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയിൽ പരാജയം രുചിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. സങ്കടമുള്ള കാര്യം തന്നെയാണ്. കാര്യം ഗോളി ഒരു നിസ്സാരമായ ബോൾ കാലുകൊണ്ട് എടുക്കാൻ പറ്റുന്ന സമയത്ത് മിസ്സാണ്. കോർണറാകാനാണ് ചാൻസ്. അതെ, യെസ്, അവസാന സമയത്തുള്ള കോർണറാണ്. കാര്യമായിട്ട് പെട്ടെന്ന് എടുത്തത് കാരണത്താൽ ഒന്നും സംഭവിക്കാതെ പോയി എന്നുള്ളത്. അടുത്ത ഫൗള്. അവസാന നിമിഷം കളി അവസാനിച്ചു. പ്രിയമുള്ളവരെ, മത്സരത്തിന്റെ നിശ്ചിത സമയം അവസാനിക്കും.